ഹൈ ഫിൽമേഴ്സ്. ഒ ടി ടിയിൽ ഇറങ്ങിയ ഒരു പടത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പള്ളിച്ചട്ടമ്പി ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, തിയേറ്ററിലൂടെയും പിന്നെ ഒ ടി ടിയിലൂടെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒ ടി ടിയിൽ കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയാൻ തോന്നി. സോണി ലൈവിലാണ് ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത്. പടത്തെക്കുറിച്ച് എനിക്കൊരു ആവറേജ് അനുഭവമാണുള്ളത്. നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു, നല്ലൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് പല സിനിമകളിലും വന്നു പോയിട്ടുള്ളതാണ്. പഴയകാലത്തെ കമ്മ്യൂണിസവും ഒരു കുടിയേറ്റ നമ്മുടെ വിമോചന സമരത്തിനൊക്കെ കുറിച്ചിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് അവർ എടുക്കായിരുന്നു. പക്ഷെ തിരക്കഥയുടെ ഒരു കെട്ടുറപ്പില്ലാത്തൊരു തിരക്കഥ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പടം ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് തന്നത്. ടോവിനോ അത് എന്താ പറയുക, ഫിസിക്കലി നല്ല രീതിയിൽ ഈ എഫോർട്ട് ഇട്ടിട്ടുണ്ട്. അത് പടം കണ്ടാൽ തന്നെ നമുക്കറിയാം. പല ആയോധന കലകളായിട്ടും ഫിസിക്കലിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു എഫോർട്ടും പെർഫോമൻസും എടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഘടകങ്ങൾക്ക് ചേരുമ്പോൾ പടം ഒരു ആവറേജ് ആണ്. പിന്നീട് എടുത്തു പറയേണ്ടത് ഒരു ക്യാമിയോ, പൃഥ്വിരാജിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. കുറച്ച് 2-3 സീൻസിലേ ഉള്ളൂ. പക്ഷെ ഒരു എൻട്രി ഉണ്ട്, അത് നല്ല രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടർ പിന്നീട് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഈ ക്ലൈമാക്സിലൊരു ഫൈറ്റ്, ആ ഫൈറ്റ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആ ഫൈറ്റ്സ് കഴിഞ്ഞിട്ട് പടം നിർത്തിയെങ്കിൽ പിന്നെയും കുറച്ച് ഇതുണ്ടായിരുന്നു. ആ ഫൈറ്റ്സ് കഴിഞ്ഞിട്ടൊരു ടൈലൻഡിന് വേണ്ടിയിട്ട് അവർ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടൊരു പൃഥ്വിരാജും ടോവിനോയുള്ളൊരു ഫേസ് ഓഫ് അത് വേണ്ടായിരുന്നു തോന്നുന്നു സത്യത്തിൽ. അതൊരു ക്രിഞ്ച് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൊത്തത്തിലൊരു ആവറേജ് അനുഭവം. നല്ല രീതിയിൽ എടുക്കായിരുന്നു, പക്ഷെ അവർക്ക് അത് സാധിച്ചില്ല. എന്താ പറയുക, പല സ്ഥലത്തൊരു ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി. പിന്നെ റൊമാൻസ് ട്രാക്ക് പിടിച്ചപ്പോൾ അത് വിഷയത്തിന് തെന്നി മാറുന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ മൊത്തത്തിലൊരു ആവറേജ് ആണ്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. കണ്ടവർ നിങ്ങൾ അഭിപ്രായം പറ്റുമെങ്കിൽ പറയുക. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. 1 ടൈം നമുക്ക് കാണാൻ പറ്റിയതുണ്ട് പടം. ഓക്കെ, കണ്ടു നോക്കുക, നിങ്ങൾ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.